ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3rd സ്റ്റാൻഡേർഡിലെ EVSന്റെ 4th ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കാം. എന്താണ്? ദ പവർ ഓഫ് ക്ലീൻ ലൈൻനെസ്, വൃത്തി നൽകും ശക്തി. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഡോക്ടറും കുറെ കുട്ടികളുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. You have understood that cleanliness is important for a healthy life, haven't you? Please ask if you have any doubt. അപ്പോൾ ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഇതേപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാൻ പറയണം. ആര്? ഡോക്ടർ കുട്ടികളടുത്ത് പറയുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ദ ഡോക്ടർ ഹാൻഡിൽഡ് എ ക്ലാസ് ഓൺ പേഴ്സണൽ ഹൈജീൻ ഫോർ ദ സ്റ്റുഡൻസ്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ പാർലമെന്റ്. ദ ചിൽഡ്രൻ ആസ്ക്ഡ് മെനി ഡൗട്ട്സ്. അപ്പോൾ സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ഡോക്ടറോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലാണെങ്കിലും അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരാനുണ്ടെങ്കിൽ ഡോക്ടർ അത് സംഘടിപ്പിച്ച് സ്കൂളുകാർ തന്നെ ഹെൽത്തുകാരുമായിട്ട് സംഘടിപ്പിച്ച് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ഒരു വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ആണ് ഡോക്ടർ എടുത്തത്. അപ്പോൾ കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ ഡോക്ടറോട് ചോദിച്ചു. ദ ഡോക്ടർ ക്ലിയർഡ് ആൾ ദെയർ ഡൗട്ട്സ്. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം അതിന് മറുപടി കൊടുത്തായിരുന്നു. ലെറ്റ് us റീഡ് വാട്ട് അലൻ റോട്ട് ഇൻ ഹിസ് നോട്ട്ബുക്ക് ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ക്ലാസ്. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം അലൻ തന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? there are chances that our hands go dirty while we play or do other activities. Germs will be destroyed when we wash our hands with soap. അപ്പോൾ കളിക്കുമ്പോഴും മറ്റ് പ്രവർത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാവും, ഇല്ലേ? നമ്മൾ കളിക്കുമ്പോഴത്തേക്കാണെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്തായാലും നമ്മുടെ കൈകളിൽ അഴുക്ക് പുരളാറുണ്ട്, അതുവഴി അണുക്കളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. നിങ്ങളടുത്ത് അമ്മ എപ്പോഴും പറയുന്ന കാര്യമായിരിക്കും, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയിട്ട് വാ, കൈ കഴുകിയിട്ട് വാന്ന്, അല്ലേ? ഈ കൈ കഴുകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കയ്യിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കൈ കഴുകിയിട്ട് വരാൻ പറയുന്നത്. ഓക്കെ, അടുത്ത You just came from the school. Go and wash your hands and face with soap. സ്കൂളിൽ നിന്ന് വന്നതല്ലേ, പോയി മുഖവും കൈയും ഒക്കെ സോപ്പിട്ട് കഴുകി വരൂ. അമ്മ പറയുന്നത് അത് സ്ഥിരം പറയുന്ന കാര്യമാണല്ലേ അമ്മമാര്. Why doesn't the teacher tell us to wash our hands with soap after using the toilet? ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ആ കുട്ടി ആലോചിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇപ്പം ഇത് മനസ്സിലായി. എന്തുവാണ്? നമ്മളിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുന്ന എവിടെന്നെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കൈയും മുഖമൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രോഗാണുക്കൾ നമ്മുടെ കൈകളിലൊക്കെ കാണും, അത് പോകാൻ വേണ്ടിയിട്ടാണ് സോപ്പിട്ട് കൈ കഴുകാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത്. പലതരം രോഗാണുക്കൾ അവിടെ ഉണ്ടാകും, അത് നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ലോണം കൈ കഴുകണം, സോപ്പിട്ട് കൈ കഴുകണം എന്ന് പറയുന്നത്. ഓക്കെ, ഹാവ് യു സീൻ ദ പിക്ചേഴ്സ്? 2 പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്ന അല്ലെ? ഹാവ് യു സീൻ ദ പിക്ചർ? ഈ പിക്ചർ നോക്കൂ. എന്താണ്? ഓൺ വാട്ട് ഒക്കേഷൻ ഷുഡ് വി വാഷ് ദ ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്? എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ട സന്ദർഭങ്ങളെ ഏതൊക്കെയാണെന്ന്? ഏതൊക്കെ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. ബിഫോർ ഈറ്റിംഗ് ഫുഡ്, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്. ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും കൈ കഴുകണം. ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, ടോയ്ലറ്റിൽ പോയതിന് ശേഷം, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈ കഴുകണം. ആഫ്റ്റർ ട്രാവലിംഗ്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ സോപ്പിട്ട് കൈ കഴുകണം. പിന്നെ ഏതൊക്കെ സന്ദർഭങ്ങളാണ്? 2 കൂടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നതാണ്. ആഫ്റ്റർ ടച്ചിങ് അനിമൽസ് ഓർ ദെയർ വേസ്റ്റ്, മൃഗങ്ങളെയോ അവയുടെ മാലിന്യങ്ങളെയോ
സ്പർശിച്ചതിന് ശേഷം അത് മൃഗങ്ങളെയൊക്കെ തൊട്ടതിന് ശേഷം നമ്മൾ സോപ്പിട്ട് കൈ കഴുകണം. ആഫ്റ്റർ ബീയിങ് ഇൻ കോൺടാക്ട് വിത്ത് സമ്മൺ ഹു സിക്ക്, രോഗമുള്ള ഒരാളുമായി സമ്പർക്കം പുലർത്തിയതിന് ശേഷം വരുമ്പോഴത്തേക്ക് നമ്മൾ കൈ ഒക്കെ കഴുകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പഠിക്കാനുള്ളതാണ്. വാട്ട് ഒക്കേഷൻ ഷുഡ് വി വാഷ് ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. ഇതിൽ എഴുതേണ്ട 2 ആൻസർ ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്, 2 എണ്ണം. അടുത്ത് നോക്കാം. ക്ലീൻ ഹാൻഡ്സ്. ഫ്രണ്ട്സ്, ആർ യുവർ ഹാൻഡ്സ് ക്ലീൻ? കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? ആണോ? ഷാൽ വി ചെക്ക്? നമുക്കൊന്ന് പരിശോധിച്ചാലോ? ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഓൺ ദ ടേബിൾ. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മേശപ്പുറത്ത് മാറ്റിവെക്കുക. എന്താണ്? ടേക്ക് ആൻ എംപ്റ്റി ബക്കറ്റ് ടു കളക്ട് വാട്ടർ യൂസ്ഡ് ഫോർ ഹാൻഡ് വാഷിംഗ്. ലെറ്റ് ദ സ്റ്റുഡൻസ് വാഷ് ദെയർ ഹാൻഡ്സ് ഇൻ ടു ദ ബക്കറ്റ്. കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റ് എടുക്കുക. ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. After everyone has washed, take a glass of water from the hand washing bucket and place it near the other glass of the water already kept there. Compare the water in both glasses. അപ്പം നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വച്ചു അല്ലേ, കൈ കഴുകുന്നതിന് മുമ്പ്. എന്നിട്ട് ഓരോ കുട്ടികളായിട്ട് വന്ന് കൈ കഴുകി വേറൊരു ബക്കറ്റിലോട്ട് കൈ കഴുകി ഒഴിക്കാനാണ് പറയുന്നത്. എന്നിട്ട് എല്ലാവരും കൈ കഴുകിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നേരത്തെ എടുത്തു വെച്ച ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്? എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? എന്തായിരിക്കും? കൈ കഴുകിയ ഗ്ലാസ്സിലെ വെള്ളം എന്ന് പറയുന്നത് ഫുള്ള് കളർ ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലേ? മറ്റേത് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും, ഇതിൽ കളർ ചേഞ്ചസ് ഉണ്ടായിരിക്കും. കാര്യം എന്താണ്? അതിലെ അഴുക്ക്. ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ? നിങ്ങൾ ആദ്യം വെറുതെയാണ് കൈ കഴുകിയത്. രണ്ടാമത് നമ്മൾ എങ്ങനെ കൈ കഴുകിയാൽ വൃത്തിയാവും? സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയാൽ നല്ല വൃത്തിയാകും ഇല്ലേ? എങ്ങനെയാണ് വൃത്തിയായി കൈ കഴുകേണ്ടത്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ. കൈ കഴുകലിന്റെ ഘട്ടങ്ങളാണ്. ഒബ്സർവ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ്. ഏതൊക്കെ സ്റ്റേജസ് ആണെന്ന് നോക്കാം. വെറ്റ് ഹാൻഡ് ആൻഡ് അപ്ലൈ ദ സോപ്പ്. കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക ആദ്യം ചെയ്യേണ്ടത്. റബ് പാം ടുഗദർ ആൻഡ് ക്ലീൻ ദം. എങ്ങനെ? അതൊക്കെ കൈവെള്ളകൾ കൂട്ടിത്തിരുമി വൃത്തിയാക്കുക. എങ്ങനെയാണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2 കൈവെള്ളകളും കൂടെ കൂട്ടി തിരുമി വൃത്തിയാക്കുക. അടുത്തെന്തോന്നാണ്? ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. കൈകളുടെ പുറകുവശങ്ങളും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. പിന്നെയോ? റബ് ദ നെയിൽസ് ആൻഡ് ദ ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ക്ലീൻ. നഖങ്ങളും വിരലുകളുടെ അഗ്രവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. ഇതാ കൊടുത്തിരിക്കുന്ന കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കാനാണ്. ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദ അതർ ഹാൻഡ്. വിരലുകളും കൈക്കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമി വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം വിത്ത് ക്ലീൻ ക്ലോത്ത്സ്. ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡ് ക്ലീൻ ആക്കുന്നത്. ഓക്കെ, സി മൈ ഹാൻഡ്സ് ആർ ക്ലീൻ. നോക്കൂ, എൻ്റെ കൈ വൃത്തിയായി ഇല്ലേ? ഐ ഹാവ് ട്രിംഡ് ആൻഡ് ക്ലീൻഡ് മൈ നെയിൽസ്. ഞാൻ എൻ്റെ നഖം വെട്ടി വൃത്തിയാക്കി. ആ കുട്ടി പറയുന്നതാണ്. അപ്പോൾ കൈ മാത്രം കഴുകിയാൽ പോരാ, നഖവും വെട്ടി വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ നഖത്തിൻ്റെ ഇടയിൽ പല അണുക്കളും കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. യു ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ് ടു മേക്ക് യുവർ ഹാൻഡ് പെർഫെക്റ്റ്ലി tidy, otherwise the dirt and pile up under the nails will reach your stomach with food. കൈകൾ പൂർണ്ണമായും വൃത്തിയുള്ളവ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനിടയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലും എത്തും. Alan has written down the ideas that the doctor gave his fellow students. Let us read. കുട്ടികളുടെ മറ്റു സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? Do not wear dirty or wet clothes. Germs will grow in them. You will catch diseases like scabies and rash.
അപ്പോൾ എന്താണ്? വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. You should brush and clean your teeth in the morning and after dinner. The teeth will get damaged otherwise. രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം. അപ്പോൾ 2 കാര്യങ്ങൾ എന്തോന്നാണ്? നമ്മൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതായത് നനഞ്ഞ പോലത്തെ ഉള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കരുത്. അതിലെന്തെങ്കിലും രോഗാണുക്കൾ വരും. അത് നമുക്ക് ചൊറിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തോന്നാണ്? ആഹാരത്തിന് മുമ്പ് രാത്രി ഭക്ഷണത്തിന് ശേഷവും നമ്മൾ പല്ലുകൾ ബ്രഷ് ചെയ്യണം. ഇല്ലെങ്കിൽ പല്ലുകൾ കേടാകും. ഓക്കെ. പിന്നെന്തോന്നാണ്? Why should we wear mask? Alan forgot to write the answer for these questions. Can you help him? മാസ്ക് ധരിക്കുന്നത് എന്തിനാണ് എന്ന സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. അലനെ സഹായിക്കാമോ? എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ മാസ്ക് ധരിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു? കൊറോണ ടൈമിൽ അല്ലേ? കൊറോണ ടൈമിൽ എങ്ങോട്ട് തിരിഞ്ഞാലും മാസ്ക് തന്നെ ധരിച്ചുകൊണ്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. കാര്യം എന്തോന്നാണ്? അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന അസുഖം മറ്റുള്ളവരിലേക്ക് പകരും ഇല്ലേ? അപ്പോൾ അതൊരു കാര്യമായിട്ട് നമുക്ക് എഴുതാം. നമുക്കുള്ള ജലദോഷമോ കൊറോണയോ തുടങ്ങിയ വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്ത് പറയാം? ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് എയർബോൺ ഡിസീസ് സച്ച് ആസ് കോൾഡ്സ് ആൻഡ് കൊറോണ ടു അതേഴ്സ്. ഒന്നാമത്തെ കാര്യം. പിന്നെന്തോന്നാണ്? ടു പ്രിവെന്റ് us ഫ്രം ദ ക്യാച്ച് ഇൻഫെക്ഷൻ ഡിസീസസ് ഫ്രം ദ അതേഴ്സ്. മറ്റുള്ളവർക്കുള്ള സാംക്രമിക രോഗങ്ങൾ നമുക്ക് പിടിപെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്തോന്നാണ്? ടു റെഡ്യൂസ് ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. പൊടിപടലങ്ങൾ ശ്വസിക്കുന്നത് കുറയ്ക്കുന്നതിനൊക്കെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത് നോക്കൂ. ക്ലീൻ ടീത്ത്. വൃത്തിയുള്ള പല്ലുകൾ. എങ്ങനെ നോക്ക്? You know the importance of cleaning your teeth. Don't you? Do we brush our teeth properly? Observe the pictures. പല്ലുകൾ വൃത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പല്ലു തേക്കൽ ശരിയായ രീതിയിലാണോ നിരീക്ഷിച്ചു നോക്കാനാണ്. നമ്മൾ പല്ല് തേക്കുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലൊക്കെ തന്നെ നമ്മൾ പല്ല് തേക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്ക്. ഹോൾഡ് ദ ബ്രഷ് സ്ലാൻഡഡ്. ചരിച്ച് 2 സൈഡിലും പല്ല് തേക്കണം. ബ്രഷ് ചരിച്ച് പിടിച്ച് തേക്കുക. ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുക. പിന്നെ എന്തോന്നാണ്? ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും കീഴ് നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലോട്ടും ബ്രഷ് ചെയ്യുക. കണ്ട? മുകളിലുള്ള പല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ടും താഴെയുള്ള പല്ലുകൾ താഴെ നിന്ന് മുകളിലോട്ടും ബ്രഷ് ചെയ്യുക. പിന്നെന്തോന്നാണ്? ബ്രഷ് ദ സർഫസ് ഓഫ് ദ ടീത്ത് യൂസ്ഡ് ഫോർ ച്യൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് പ്രോപ്പർലി. ഇതാ കൊടുത്തിരിക്കുന്ന കണ്ട എങ്ങനെയാണെന്നുള്ളത്. ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുക. അടുത്തെന്തോന്നാണ്? ബ്രഷ് ദ ഇന്നർ സൈഡ് ഓഫ് ടീത്ത്. പല്ലുകളുടെ അകവശം ബ്രഷ് ചെയ്യുക. ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ്. ബ്രഷ് ഉപയോഗിച്ച് എന്തോന്നാണ്? നാവും വൃത്തിയാക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പല്ലുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഘട്ടമായിട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതേ രീതിയിൽ ബ്രഷ് ചെയ്താൽ വായിൽ എന്തോന്ന് അണുക്കളൊന്നും ഉണ്ടാവില്ല, രോഗാണുക്കളൊന്നും വരികയൊന്നുമില്ല. നല്ല രീതിയിൽ ടീത്ത് ക്ലീൻ ആവും. ഓക്കെ. അടുത്ത് ഇപ്പം നമ്മൾ ടീത്ത് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഹാൻഡ് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അടുത്തിനി ക്ലീൻ ബോഡി. വൃത്തിയുള്ള ശരീരം. എന്തോന്ന് വേണം? വൃത്തിയുള്ള ശരീരം വേണമെങ്കിൽ നമ്മൾ ആദ്യം എന്തോന്ന് ചെയ്യണം? ടേക്ക് എ ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കണം അല്ലേ? ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ്. ക്യാൻ യു പ്രസന്റ് ദ വേ യു ബാത്ത് യൂസിങ് ആക്ഷൻസ്. നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? വാട്ട് ഷുഡ് ബി കീപ് ഇൻ മൈൻഡ് വെൻ വി ടേക്ക് എ ബാത്ത്. കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ? ടേക്ക് എ ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കണം തന്നല്ലോ. വാഷ് ദ ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. എങ്ങനെയാണ് കുളിക്കേണ്ടത്? നന്നായി സോപ്പിട്ട് കഴുകി ശരീരഭാഗങ്ങൾ വൃത്തിയാക്കണം അല്ലേ? അടുത്ത എന്താണ്?
ഡു നോട്ട് ബാത്ത് ഇൻ ഡർട്ടി വാട്ടർ. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ശുദ്ധജലത്തിൽ വേണം കുളിക്കാൻ. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കരുത്. പിന്നെന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. ഉപയോഗത്തിന് ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ എന്തോന്നാണ് നമ്മൾ കുളിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ കൈ കഴുകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്തോന്നാണ് പല്ല് ക്ലീൻ ആക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത് നമ്മുടെ ശരീരം ക്ലീൻ ആക്കേണ്ട കാര്യം പറഞ്ഞു. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോപ്പർ വേസ് ഓഫ് വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്? കൈ കഴുകൽ, പല്ല് തേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്. ശുചിത്വശീലങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യുക. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. എന്താ ഇപ്പം അമ്മയുടെ അടുത്ത് ഞാൻ കൈ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് കൈ വൃത്തിയാക്കേണ്ടത്. ഇപ്പോൾ അല്ല അടുത്തെന്തോന്നാണ് പല്ല് തേക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പല്ല് തേക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്കറിയാം. അതുപോലെ പല്ല് തേച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, കുളിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ എന്തോന്നാണ് ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ വിവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ് എക്സെട്ര ആർ സം ഓഫ് ദീസ് ഡിസീസസ്. അപ്പോൾ ഏതൊക്കെ അസുഖങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? വ്യക്തി ശുചിത്വം ഇല്ലെങ്കിൽ, നമ്മൾ വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ എന്തൊക്കെ? വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവയാണ് പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത്. വി ക്യാൻ കീപ് മെനി ഡിസീസസ് എവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. ഓക്കെ, കൈ കഴുകൽ, പല്ല് തേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി ഇതാ കൊടുത്തിരിക്കുന്നത് എന്തോന്നാണ്? ദ ഡിസ്കഷൻസ് ഐ മസ്റ്റ് ടേക്ക് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വത്തിനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ. വ്യക്തി ശുചിത്വത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും? എന്തൊക്കെ ചെയ്യും? ടേക്ക് എ ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കും ഇല്ലേ? ഇത് ഓരോ കോളം 4 കോളമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മൈ ഹൈജീൻ, മൈ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതിൽ 4 കോളങ്ങളിൽ എഴുതാനുള്ള കാര്യമാണ് ഇവിടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. ടേക്ക് എ ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കും. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കും. ഡു നോട്ട് ബാത്ത് ഇൻ ഡർട്ടി വാട്ടർ. മലിനജലത്തിൽ കുളിക്കില്ല. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. ശരീരം തോർത്തുന്നതിനായിട്ട് ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കും. ഇതൊക്കെ ഇതിൽ എഴുതാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വ്യക്തി ശുചിത്വമാണ്, നമ്മുടെ ബോഡി ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇനി നമുക്ക് എന്തോന്നാണ്? എൻവയോൺമെന്റൽ ക്ലീൻലൈൻസ്, പരിസര ശുചിത്വത്തെക്കുറിച്ചാണ്. നമ്മൾ മാത്രം വൃത്തിയായാൽ മാത്രം പോരാ, നമ്മുടെ ചുറ്റുപാടും പരിസരവും വൃത്തിയായാൽ മാത്രമേ പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. അതിൽ എൻവയോൺമെന്റൽ ക്ലീൻലൈൻസിന് പരിസര ശുചിത്വത്തിൽ നോക്ക്, ഒരു എന്തോന്നാണ്, ഒരു നാടകമാണ്, ഒരു പ്ലേ ഓഫ് സ്കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്. തേനീച്ച, കൊതുക്, ചിണ്ടനെലി. ഇവർ 3 പേരാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തോന്നാണ്? സീൻ 1, ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ മീറ്റ്. രംഗം 1, ഈച്ചയും കൊതുകും കണ്ടുമുട്ടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. മോസ്കിറ്റോ: ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? കൊതുക് ചോദിക്കാണ്: ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ ചോദിക്കാൻ ആരടുത്ത്? ഈച്ചയുടെ അടുത്ത്. ഹൗസ് ഫ്ലൈ: ഹ ഹ ഹ, ഓഫ് കോഴ്സ് ഐ നോ യു. ആഹാ, എനിക്ക് പരിചയമുണ്ടോന്നോ? യു ആർ ദ ബ്രേവ് വൺ ഹു ഡ്രിങ്ക്സ് ദ ബ്ലഡ് ഓഫ് ഹ്യൂമൻസ്, ആറിൻറ്റ് യു? ഐ ആം ഹാപ്പി ടു മീറ്റ് യു ബ്രദർ. യു സ്പ്രെഡ് മെനി ഡിസീസസ്. ഓ,
ചേട്ടൻ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ആരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം? കൊതുകിനെ. ഈച്ച പറയുന്ന കാര്യമാണ്. അടുത്ത മോസ്കിറ്റോ. യെസ്, മെനി ഡിസീസസ് ലൈക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, മലേറിയ ആൻഡ് elephantiasis are spread among humans because of me. It makes me very sad, but what can I do? എന്താണ് മോസ്കിറ്റോ പറയുന്നത്? അതെ അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കൻ ഗുനിയ എന്തൊക്കെ രോഗങ്ങളാണ് കൊതുക് നമുക്ക് പകർത്തുന്നത്? ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത്. ഏതൊക്കെ ഡിസീസസ്? ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, മലേറിയ, എലിഫന്റാസിസ്. അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നു. പക്ഷെ എന്ത് ചെയ്യും? ഇതൊക്കെ ഞാൻ പരത്തുന്നു, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാകും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗസ് ഫ്ലൈ. വെർ ഡു യു ലീവ് ബ്രദർ? ചേട്ടൻ നിങ്ങൾ എവിടെയാണ് താമസം? ഈ ചോദിക്കുകയാണ്. അപ്പൊ മോസ്കിറ്റോ പറയാണ്, ഇൻ ദ സിറ്റി ഇറ്റ് സെൽഫ്, സിറ്റിയിൽ തന്നെ. ദർ ഈസ് എ ഹൗസ് വിത്ത് വേസ്റ്റ് പൾഡ് അപ്പ് നിയർ ദ സ്വൈറ്റ് drain. There are places which filled with dirty water. We lay eggs there, multiple and take over the place. എങ്ങനെയാണ് കൊതുക് പെരുകുന്നത്? ഇതെവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നത്? നഗരത്തിൽ തന്നെ. അഴുക്ക് ചാലിനരികെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വീടില്ലേ, അവിടെ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ എന്തോന്ന് ചെയ്യും? ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. അല്ലെ, വെള്ളം കെട്ടിക്കിടക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം കെട്ടിക്കിടന്നാൽ അതിനകത്ത് കൊതുക് മുട്ടയിട്ട് പെരുകും. അതുകൊണ്ടാണ് വെള്ളം കെട്ടിക്കിടക്കരുതെന്ന് പറയുന്നത്. സിമിലർലി വാട്ട് വുഡ് ബി ദ ഹൗസ് ഫ്ലൈ ആൻഡ് ദ റാറ്റ് ഹാവ് ടു സേ ടു ഈച്ച് അതർ? ഇതുപോലെ പൂച്ചയ്ക്കും എലിക്കും എന്താവും പറയാനുണ്ടാവുക? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ ആൻഡ് പ്രസന്റ് ഇൻ ദ ക്ലാസ്. ഇതുപോലെ എലിയുടെയും പിന്നാരുടെ ഈച്ചയ്ക്കും എലിക്കും എന്താണ് പറയാനുണ്ടാവുക എന്നുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അവരുടെ സംഭാഷണം കൂട്ടിച്ചേർത്ത് നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്, അവ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്, അവർ മനുഷ്യർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ജീവികളും. ഏതൊക്കെ? മോസ്കിറ്റോ പകർത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? മലേറിയ, ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, സിക്ക ഫീവർ, യെല്ലോ ഫീവർ. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്കാപ്പനി, മഞ്ഞപ്പനി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതെല്ലാം ആര് പകർത്തുന്നതാണ്? കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാണ്. അടുത്ത ഹൗസ് ഫ്ലൈ. ഈച്ച പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഡിസെൻട്രി, കോളറ, ഡയറിയ, പോളിയോമിലൈറ്റ്സ്, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ആന്ത്രാക്സ്, ട്യൂബർക്കുലോസ്, കൺജക്റ്റീവ്സ്. ഏതൊക്കെയാണ്? വയറുകടി, കോളറ, വയറിളക്കം, പിള്ളവാതം, ടൈഫോയിഡ്, അതിസാരം, മഞ്ഞപ്പിത്തം, ആന്ത്രാക്സ്, ക്ഷയം, കണ്ണുരോഗം. ഇതൊക്കെ ആര്? ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങളാണ്. ഇനി റാറ്റ്സ്, എലികൾ പരത്തുന്ന രോഗങ്ങൾ എന്തോന്നാണ്? റാറ്റ് ഫീവർ, പ്ലേഗ്, ഹാന്ത വൈറസ്, ലാസ ഫീവർ, സാൽമോണിലസ്, റേമിയ. അതായത് എന്തൊക്കെയാണ്? എലിപ്പനി, പ്ലേഗ്, ഹാന്ത വൈറസ്, ലസപ്പനി, സാൽമോണലോളിസ്, തുലാരിമിയ. ഇതൊക്കെ ആര് പകർത്തുന്നതാണ്? റാറ്റ്. അപ്പൊ ഇത്രയും പഠിക്കണേ. മോസ്കിറ്റോസ് പരത്തുന്ന രോഗങ്ങള്, ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങള്, റാറ്റ്സ് പരത്തുന്ന രോഗങ്ങൾ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്ക്, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ്? വയറിളക്കം, വയറുകടി, ടൈഫോയിഡ്, കോളറ, മെനിഞ്ചൈറ്റിസ്, മഞ്ഞപ്പിത്തം, പോളിയോ, എലിപ്പനി. ഡയറിയ, ഡിസെൻട്രി, ടൈഫോയിഡ്, കോളറ, മെനിഞ്ചൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എ, പോളിയോമൈലൈറ്റിസ്, റാറ്റ് ഫീവർ. ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ, ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടോ? അവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ് ഷുഡ് ബി ക്ലീൻ ഇഫ് യു വാണ്ട് ടു ലീവ് ഹെൽത്തി. Mosquitoes, flies and rats multiply in places that are not clean. Many diseases spread due to these creatures.
അപ്പോൾ എന്തോന്നാണ്, ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങളും പടരാൻ കാരണമാകുന്നത്. വിത്ത് ദ എയിം ഓഫ് ദ പ്രിവെന്റിംഗ് communicable diseases, dry day activities were conducted in all wards under the leadership of the Grama Panchayat. Cleaning activities were carried out a view of eliminating that diseases carrying mosquitoes and dengue fever was reported in some wards of the panchayat. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിന് രോഗാണുവാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ നമ്മുടെ വീടും പരിസരവും ശുചിയാക്കിയില്ലെങ്കിൽ എന്തോന്നാണ്, നമ്മൾ മാത്രം വൃത്തിയായാൽ പോരാ, നമ്മുടെ ചുറ്റുപാടും വൃത്തിയില്ല എങ്കിൽ പലതരം ജീവികൾ അവിടെ പെരുകാൻ കാരണമാകും. കൊതുക്, ഈച്ച, എലി മുതലായ ജീവികൾ പെരുകുകയും അതുവഴി നമുക്ക് പല രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്കൂളുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും ഡ്രൈ ഡേ എങ്ങനെയാണ് ആചരിക്കുന്നത്. നിങ്ങൾ ഓരോ കുട്ടികളും നിങ്ങളുടെ പരിസരം നോക്കുക. നിങ്ങളുടെ വീടും അതിൻ്റെ ചുറ്റുവട്ടത്തും എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും, ചിലപ്പം കളിപ്പാട്ടത്തിൻ്റെയൊക്കെ പാർട്സ് ആവാം, ചിലപ്പോൾ ചിരട്ടയാകാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ സാഹചര്യമുള്ള വസ്തുക്കളെ നമ്മൾ എടുത്ത് മാറ്റുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇപ്പൊ കൊതുക് പെരുകണമെങ്കിൽ കൊതുകിന് മുട്ടയിടണമെങ്കിൽ വെള്ളം വേണമല്ലോ. അങ്ങനെ വെള്ളം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കൊതുകിന്റെ വംശം കുറഞ്ഞു വരികയും ചെയ്യും. കൊതുകിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവും. അപ്പോൾ അത് കൂടുതൽ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ സഹായകമാകും അല്ലേ? എന്താണ് ഡ്രൈ ഡേ എന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. There are chances for abandoned containers, coconut shells, tires, bottles, bottle caps and toys in our surroundings to store water. Mosquitoes may lay their eggs in these. They will hatch and reach full growth in 8 days. Therefore, in every 7 days, the water collected in such objects should be drained and the object that can collect water should be removed. This cleaning process is called dry day. Dry day എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ചിരട്ട, ടയർ, കുപ്പിയുടെ അടപ്പ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. അതിനാൽ ഓരോ 7 ദിവസത്തിനും ഇത്തരം വസ്തുക്കൾ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. ഈ ശുചീകരണ പ്രവർത്തനത്തിനാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോ കുട്ടികളും, നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്, നമ്മുടെ വീട് പരിസരത്തുള്ള ഇത് കണക്കുള്ള വസ്തുക്കൾ എടുത്ത് മാറ്റുക, വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ എന്തോന്നാണ്, കൊതുക് പെരുകുന്നത് കുറയും. അപ്പോൾ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് പഠിച്ചായിരുന്നു? ആദ്യം നമ്മൾ ക്ലീനിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കൈകൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? നമ്മുടെ ഹാൻഡ്സ് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്തോന്ന് പറഞ്ഞായിരുന്നു? ഹാൻഡ്സ് ക്ലീൻ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെന്തോന്ന് പറഞ്ഞു? മാസ്ക് ധരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളെ പല്ല് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തോന്നാണ് പറഞ്ഞത്? ക്ലീൻ ബോഡി, നമ്മുടെ ശരീരം എങ്ങനെ വൃത്തിയാക്കാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ പഠിക്കുക. ശരീരം വൃത്തിയാക്കുന്നത്, നമ്മുടെ കൈകൾ വൃത്തിയാക്കുന്നത്, പല്ലുകൾ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത് വ്യക്തി ശുചിത്വം മാത്രമല്ല, വ്യക്തി ശുചിത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പരിസര ശുചിത്വത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഓരോ ഓർഗാനിസവും
നമുക്കുണ്ടാക്കുന്ന ഡിസീസസ് രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ഡ്രൈ ഡേ ആചരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ചിരട്ട, ഉപേക്ഷിച്ച പാത്രങ്ങൾ, ടയർ, കുപ്പി, കളിപ്പാട്ടങ്ങൾ, പാഴ്വസ്തുക്കൾ, വിവിധതരം പ്ലാസ്റ്റിക്കുകൾ എന്നിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുകുകളും മറ്റ് ക്ഷുദ്രജീവികളും വളരാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കാൻ ആയുള്ള പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതിനെ ഡ്രൈ ഡേ എന്ന പേരിൽ ആചരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്